All of you, good morning. Welcome to our accountancy class. In this class, we are going to discuss about theory base of accounting. അതായത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഇനി അക്കൗണ്ടിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ്, അതായത് പ്രിൻസിപ്പിൾസ് ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ത്രൂ വിച്ച് ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ടു വേരിയസ് പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അതായത് ഒരു ബിസിനസ്സിനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് വഴിയാണ്. നമ്മൾ പറഞ്ഞല്ലോ, പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ടു ബിസിനസ് ആരൊക്കെയാണ്? ഓണേഴ്സ്, വർക്കേഴ്സ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താണ്? പാർട്ടീസ് റിലേറ്റഡ് ടു ബിസിനസ്സാണ്. ഇനി അവർക്കൊക്കെ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അക്കൗണ്ടിങ് വഴിയാണ്. അതായത് അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കുറച്ചെണ്ണാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത്. ഇനി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. 4 കാറ്റഗറി ആയിട്ടാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദേ ആർ: ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. തേർഡ് വൺ, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഫോർത്ത് വൺ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നിലും വരുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട. അപ്പോൾ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ എല്ലാ പ്രിൻസിപ്പിൾസും, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് താഴെ എഴുതുക. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. തേർഡ് വൺ, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഫോർത്ത് വൺ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇനി അക്കൗണ്ടിങ് അസംഷനിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. തേർഡ് വൺ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഫോർത്ത് വൺ, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. ഇത്രയാണ് അക്കൗണ്ടിങ് അസംഷൻ ഓർ കൺസെപ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ. പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷനിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, റവന്യൂ റിയലൈസേഷൻ. സെക്കൻഡ് വൺ, വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി. വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി. തേർഡ് വൺ, മാച്ചിങ് പ്രിൻസിപ്പിൾസ്. ഫോർത്ത് വൺ, ഫുൾ ഡിസ്ക്ലോഷർ. ഫിഫ്ത്ത് വൺ, ഡ്യുവൽ ആസ്പെക്റ്റ്. സിക്സ്ത് വൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് വൺ, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, consistency. Third one, conservatism or prudence. Fourth one, timeliness. Fifth one, substance over legal form. Sixth one, practice in industries. Then last one, accounting standards. Accounting standards അതായത് issued by Standard Board Indian ആൻഡ് ഇൻ്റർനാഷണൽ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഇത്രയും പ്രിൻസിപ്പിൾസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വളരെ കുറച്ചെണ്ണേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾ ആ പോയിൻറ്റ്സ് അതിലെന്താണോ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. The word entity means something having separate existence. അതായത് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്നാണ്
അതിൻ്റെ അർത്ഥം. അതായത് സെപ്പറേറ്റ് വേറിട്ടുള്ള നിലനിൽപ്പ്, അതാണ് എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ്സും അതിൻ്റെ പ്രൊപ്പറേറ്ററും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. അതായത് ബിസിനസ്സും അതിൻ്റെ പ്രൊപ്പറേറ്റർ, ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളും രണ്ടാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു ബിസിനസ് സ്ഥാപനവും അതിൻ്റെ ഓണറും ഒന്നല്ല, അത് രണ്ടും സെപ്പറേറ്റഡ് പാർട്ടീസാണ്. അതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് കൺസെപ്റ്റ് സീക്ക് ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബിസിനസ് ആൻഡ് ദ പ്രൊപ്പറേറ്റർ ആൻഡ് ഹിസ് ഡീലിങ്സ് വിത്ത് ദ ബിസിനസ് ഷുഡ് ബി റിഗാർഡഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. അതായത് ബിസിനസ്സിൻ്റെ ഓണർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ബിസിനസ് സ്ഥാപനവും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റലിന് ബിസിനസ്സിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചപ്പോഴൊക്കെ ക്യാപിറ്റലിനെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബിസിനസ് സ്ഥാപനം അതുപോലെ ഓണറും ഒന്നാണെങ്കിൽ നമുക്ക് ക്യാപിറ്റലിന് അസറ്റാണെന്ന് പറയാം. അങ്ങനെയല്ല പറയേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. അതാണ് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓണറും ബിസിനസ്സും രണ്ടാണെന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓർ അനദർ നെയിം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതുപോലെ പറയുന്ന മറ്റൊരു പേരാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത്രയാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. I conclude my topic. In this class we discussed about what are the principles of accounting. ഏതൊക്കെയാണ്, just list out what are the principles of account and also explained about accounting entity concept. Thank you.